നമസ്കാരം. ADGP അജിത് കുമാറും RSS നേതാവ് റാം മാധവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വീണ്ടും വൻ ദുരൂഹത ഏറുന്നു. കോവളത്ത് നടന്ന ചർച്ചയിൽ ബിസിനസ്സുകൾ ഉൾപ്പെടെ പങ്കെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം അവസാനമാണ് കോവളത്തെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ തൻ്റെ സുഹൃത്തായ RSS നേതാവ് ജയകുമാറിനൊപ്പം ചർച്ച നടത്തിയപ്പോൾ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് അജിത് കുമാർ പറഞ്ഞത്. അതിലൊന്ന് ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയാണ്. കണ്ണൂർ സ്വദേശിയാണ് ഇയാൾ. മറ്റൊരാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതേസമയം വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്നാണ് റാം മാധവ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് വേണ്ടി 4 തവണ അജിത് കുമാർ കേന്ദ്രത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും ലഭിച്ചില്ല. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് എതിരായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിക്കാത്തത്. കേന്ദ്ര തീരുമാനം തനിക്ക് അനുകൂലമാകാൻ വേണ്ടിയായിരുന്നോ കൂടിക്കാഴ്ച എന്ന സംശയം ഉയരുന്നുണ്ട്. PV അൻവർ MLA വെളിപ്പെടുത്തലുകളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ADGP അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുതെന്നാണ് DGPയുടെ നിർദ്ദേശം. ADGPയുടെ വീട് നിർമ്മാണവും RSS നേതാവിനെ കണ്ടത് ഉൾപ്പെടെ സകലതും അന്വേഷണ പരിധിയിലുണ്ട്. അതിനാലാണ് അന്വേഷണം അതീവ ഗൗരവത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് നൽകുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണം തുടങ്ങിയെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 14 മുതൽ 17 വരെ അജിത് കുമാർ അവധിയിൽ പോവുകയാണ്. തിരികെ വരുമ്പോൾ ഒരുപക്ഷെ സ്ഥാനചലനവും സംഭവിക്കാം.